Good morning students, welcome to the video. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂണിവേഴ്സൽ ഗേറ്റിനെ പറ്റിയാണ് പഠിച്ചത്. യൂണിവേഴ്സൽ ഗേറ്റ് നമ്മൾ പഠിച്ചത് നോർ ഗേറ്റ് ആണ്. ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ നോർ ഗേറ്റ് ഉപയോഗിച്ച് ആദ്യമേ നോട്ട് ഗേറ്റ് ഉണ്ടാക്കി. അടുത്തതായിട്ട് നോർ ഗേറ്റ് ഉപയോഗിച്ച് ഓർ ഗേറ്റ് ഉണ്ടാക്കി. ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ആൻ ഗേറ്റ് യൂസിങ് നോർ, ആൻ ഗേറ്റ് യൂസിങ് ഓർ, ആൻ ഗേറ്റ് യൂസിങ് ഓർ. എങ്ങനെയാണ് ഓർ ഗേറ്റ് ഉപയോഗിച്ച് ഓറല്ല ആൻ ഗേറ്റ് യൂസിങ് നോർ, ആൻ ഗേറ്റ് യൂസിങ് നോർ. നോർ ഉപയോഗിച്ച് യൂണിവേഴ്സൽ ഗേറ്റ് ആയ നോർ ഉപയോഗിച്ച് എങ്ങനെയാണ് ആൻ ഗേറ്റ് ഉണ്ടാക്കുന്നത്? രണ്ട് ഗേറ്റാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്, നോറും നാൻഡും. ഈ നോറും നാൻഡും ഉപയോഗിച്ച് ബേസിക് ഗേറ്റ്സ് ആയിട്ടുള്ള നോട്ടും ആൻഡും ഓറും നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ നോർ ഉപയോഗിച്ച് നോട്ട് ഉണ്ടാക്കാൻ പഠിച്ചു, നോർ ഉപയോഗിച്ച് ഓറും ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി നമ്മൾ നോർ ഉപയോഗിച്ച് എങ്ങനെ ആൻ ഗേറ്റ് ഉണ്ടാക്കുന്നത് പഠിക്കാം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ രണ്ട് നോർ ഗേറ്റ് എടുക്കുക. രണ്ട് നോർ ഗേറ്റ് എടുത്തു. നോർ വരയ്ക്കാൻ എളുപ്പമാണ്. ഓറിന്റെ ആ അറ്റത്ത് ഒരു ബബിള് വരയ്ക്കുന്നതാണ് നോർ. ഇത് രണ്ട് നോർ ഗേറ്റ് എടുത്തു. ഓക്കെ, രണ്ടിന്റെയും ഇൻപുട്ട് ടൈ ചെയ്യോ ഷോർട്ട് ചെയ്യോ? രണ്ട് നോർ ഗേറ്റ് എടുത്തു, രണ്ടിന്റെയും ഇൻപുട്ട് ഷോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ രണ്ട് ഇൻപുട്ട് കൂടെ ഷോർട്ട് ചെയ്താൽ പിന്നെ എത്ര ഇൻപുട്ടേ ഉള്ളൂ? ഒരു ഇൻപുട്ടേ ഉള്ളൂ. ഒരു ഇൻപുട്ടിൽ നമ്മൾ എ എന്ന് കൊടുക്കുക, മറ്റേ ഇൻപുട്ടിൽ ബിയും കൊടുക്കുക. അപ്പോൾ ഞാനവിടെ ചെയ്ത് രണ്ട് നോർ ഗേറ്റ് എടുത്തു, രണ്ട് നോർ ഗേറ്റിന്റെ ഇൻപുട്ട് തമ്മിൽ ഷോർട്ട് ചെയ്തു. നോർ ഗേറ്റിന്റെ ഇൻപുട്ട് തമ്മിൽ ഷോർട്ട് ചെയ്ത് എന്തായി മാറും? നോട്ടായി മാറും. ഓക്കെ, എന്നിട്ട് നോട്ടായി മാറി ഒരു ഇൻപുട്ടിൽ എ കൊടുത്തു, മറ്റേ നോർ ഗേറ്റിന്റെ ആ ഇൻപുട്ടിൽ ബിയും കൊടുത്തു. അപ്പോൾ രണ്ട് നോർ ഗേറ്റ് എടുത്തു, നോർ ഗേറ്റിന്റെ രണ്ട് ഇൻപുട്ട് ഉണ്ട്, ആ രണ്ട് ഇൻപുട്ടും തമ്മിൽ ഷോർട്ട് ചെയ്തു. മുകളിലത്തെ ആ ഗേറ്റിൽ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു, താഴെ ബിയും കൊടുത്തു. അപ്പൊ നമ്മള് ഈ നോർ ഗേറ്റിന്റെ രണ്ട് ഇൻപുട്ടും ഷോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറും? നോട്ടായി മാറും. നോട്ടിന്റെ ഇൻപുട്ടിൽ എ കൊടുത്താൽ ഔട്ട്പുട്ടിൽ എന്ത് വരും? എ ബാർ വരും. താഴത്തെ ഗേറ്റിൽ ബി കൊടുത്താൽ ഔട്ട്പുട്ട് എന്ത് വരും? ഇപ്പോൾ ഇത് നോട്ടായി മാറിക്കഴിഞ്ഞു. ബി കൊടുത്താൽ ബി ബാർ വരും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എ ബാർ കിട്ടി, ബി ബാർ കിട്ടി. ഇനി ഈ എ ബാറിനെയും ബി ബാറിനെയും അടുത്ത ഒരു നോർ ഗേറ്റിൽ കൊടുക്കുക. എ ബാറും ബി ബാറും അടുത്ത നോർ ഗേറ്റിൽ കൊടുത്തു. നിങ്ങൾക്കറിയാം, ഒരു നോർ ഗേറ്റിന്റെ ഇൻപുട്ടിൽ എയും ബിയും കൊടുത്താൽ എ ഓർ ബി ബാർ കിട്ടും. അറിയാലോ, അറിയാം. അങ്ങനെയാണെങ്കിൽ എ ബാറും ബി ബാറും കൊടുത്താൽ എന്ത് കിട്ടും? ഇത് എ പ്ലസ് ബി ബാർ എന്ന് വായിക്കരുത്, അത് ശരിയല്ല. അത് എ ഓർ ബി ബാർ ആണ്. ഓക്കെ, എളുപ്പത്തിനാണെങ്കിൽ എ പ്ലസ് ബി ബാർ എന്ന് പറയാം, പക്ഷെ അത് ശരിയല്ല. ഓക്കെ, അപ്പോൾ എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ എ ഓർ ബി ബാർ കിട്ടും. അങ്ങനെയാണെങ്കിൽ എ ബാറും ബി ബാറും ഇൻപുട്ടിൽ കൊടുത്താൽ എന്ത് കിട്ടും? എയും ബിയും കൊടുത്താൽ എ പ്ലസ് ബി ബാർ കിട്ടും. എങ്കിൽ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞാണ്, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പറയുന്നത്. എയും ബിയും കൊടുത്താൽ എ പ്ലസ് ബി ബാർ കിട്ടുമെങ്കിൽ എ ബാറും ബി ബാറും കൊടുത്താൽ എന്ത് കിട്ടും? എ ബാർ ഓർ ബി ബാർ ദ ഹോൾ ബാർ കിട്ടും. ശ്രദ്ധിക്കുക, എയും ബിയും കൊടുത്താൽ
എ ഓർ ബി ബാർ. അങ്ങനെയാണെങ്കിൽ എ ബാർ ബി ബാർ കൊടുത്താൽ എ ബാർ ഓർ ബി ബാർ ദ ഹോൾ ബാർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് നോർ ഗേറ്റ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എ ബാറും ബി ബാറും ഈ നോർ ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വരുന്ന എന്താണ്? എ ബാർ ഓർ ബി ബാർ ദ ഹോൾ ബാർ. ഓക്കെ, അത് കിട്ടി. അപ്പോൾ ഔട്ട്പുട്ടിൽ എ ബാർ ഓർ ബി ബാർ ദ ഹോൾ ബാർ കിട്ടി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മള് കുറെ തിയറംസ് പഠിക്കും. അതിലൊരു തിയറമാണ് ഡിമോർഗൻസ് തിയറം. ഡിമോർഗൻസ് തിയറം പറയുന്നത് ഇപ്പോൾ എ പ്ലസ് ബി, അതായത് എ ഓർ ബി ദ ഹോൾ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ ഇൻറ്റു ബി ബാർ. ഓക്കെ, എ or b the whole bar is equal to a bar into b bar. ഓക്കെ, ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ നടുക്ക് കിടക്കുന്ന പ്ലസ്, അതായത് ഓറിൽ എന്തായി മാറി? ഇൻറ്റു ആയി മാറി. ഈ ഹോൾ ബാർ സ്പ്ലിറ്റ് ചെയ്ത് പകുതി എയുടെ മേളിൽ വന്നു, പകുതി ബിയുടെ മേളിൽ വന്നു. അപ്പോൾ ഡിമോർഗൻസ് തിയറം പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ ബാർ ഈസ് ഈക്വൽ ടു എ ബാർ ഇൻറ്റു ബി ബാർ. അതായത് നടക്കുന്ന ഈ പ്ലസ്, അതായത് ഓറ് ഇൻറ്റു ആയി മാറി ഈ ഹോൾ ബാർ സ്പ്ലിറ്റ് ചെയ്ത് പകുതി എയുടെ മേളിൽ വന്നു, പകുതി ബിയുടെ മേളിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ഡിമോർഗൻസ് തിയറം അനുസരിച്ച് എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ എങ്ങനെ വരും? ഡിമോർഗൻസ് തിയറം എഴുതുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർത്താൽ മതി, പ്ലസ് ഇൻറ്റു ആയി മാറും. ഈ ഹോൾ ബാർ സ്പ്ലിറ്റ് ചെയ്ത് പകുതി എയുടെ മേളിൽ വരും, പകുതി ബിയുടെ മേളിൽ വരും. ഓക്കെ, നോക്കാം. അപ്പോൾ എ ബാർ പ്ലസ് ഇൻറ്റു ആയി മാറി ബി ബാർ. ഈ ഹോൾ ബാർ സ്പ്ലിറ്റ് ചെയ്ത് പകുതി എ ബാറിന്റെ മേളിൽ വരും, പകുതി ബി ബാറിന്റെ മേളിൽ വരും. ഇനി നമ്മൾ അറിയേണ്ടത് എ ബാർ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ഇൻവേഴ്സ് ആണ് എ ബാർ. എ ബാർ ബാർ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. എയുടെ ഇൻവേഴ്സ് ആണ് എ ബാർ. എ ബാറിന്റെ ഇൻവേഴ്സ് എന്താണ്? എ. അപ്പോൾ എ ബാർ ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ ബാർ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. ബി ബാർ ബാർ എന്ന് പറഞ്ഞാൽ ബി ബാർ എന്ന് പറഞ്ഞാൽ ബിയുടെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ബി ബാറിന്റെ ഇൻവേഴ്സ് എന്താണ്? ബി. അപ്പോൾ ബി ബാർ ബാർ എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ എ ബാർ ബാർ എന്ന് പറഞ്ഞാൽ എ ആണ്. ബി ബാർ ബാർ എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ എ ഇൻറ്റു ബി കിട്ടിയല്ലോ, എ ആൻഡ് ബി എന്ന് കിട്ടി. അപ്പോൾ എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു ബി എന്ന് കിട്ടും. എ ഇൻറ്റു ബി എന്ന് കിട്ടും. അതായത് എ ഇൻറ്റു ബി അല്ല, യഥാർത്ഥത്തിൽ ഇത് എ ആൻഡ് ബി ആണ്. ഓക്കെ, അപ്പോൾ ലാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ എയും ബിയും കൊടുത്താൽ ഔട്ട്പുട്ടിൽ വരുന്നത് എ ആൻഡ് ബി, എ ഇൻറ്റു ബി, എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോർ ഗേറ്റ് ഉപയോഗിച്ച് ഈ ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ എളുപ്പത്തിൽ പറയാം. ആദ്യമേ രണ്ട് നോർ ഗേറ്റ് എടുക്കുക, രണ്ടിന്റെ ഇൻപുട്ട് ഷോർട്ട് ചെയ്യുക,
നോർ എടുത്ത് രണ്ടിന്റെ ഇൻപുട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറും? നോട്ടായി മാറും. മേളത്തെ ഗേറ്റിന്റെ ഇൻപുട്ടിൽ എ കൊടുക്കുക, താഴെ ബി കൊടുക്കുക. ഒരു നോട്ടിലേക്ക് നോർ ഇപ്പോൾ നോട്ടായി മാറിക്കഴിഞ്ഞു. നോട്ടിലേക്ക് എ കൊടുത്താൽ ഔട്ട്പുട്ടിൽ എ ബാർ കിട്ടും, ബി കൊടുത്താൽ ബി ബാർ കിട്ടും. ഇനി എ ബാറും ബി ബാറും എടുത്ത് നോറിൽ കൊടുക്കുക. നോറിന്റെ ഇൻപുട്ടിൽ എ ബാറും ബി ബാറും കൊടുത്തു കഴിഞ്ഞാൽ എയും ബിയും കൊടുത്താൽ എന്ത് കിട്ടും? എ പ്ലസ് ബി ദ ഹോൾ ബാർ വരും. അപ്പോൾ എ ബാറും ബി ബാറും കൊടുത്താലോ എ ബാർ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഓർ തന്നെയാണ്, ഞാൻ എളുപ്പത്തിൽ പറയുന്നതാണ്. എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ വരും. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യണം. അത് ഡി മോർഗൻസ് തിയറം ഉപയോഗിച്ച് സിംപ്ലിഫൈ. അപ്പോൾ എ ബാർ ഓർ ബി ബാർ ദ ഹോൾ ബാറിനെ ഡി മോർഗൻസ് തിയറം ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എ പ്ലസ് ബി ദ ഹോൾ ബാറിനെ ഡി മോർഗൻസ് തിയറം ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ ബാർ ഇൻറ്റു ബി ബാർ എന്ന് വരും. ഇത് നടുക്കുള്ള പ്ലസ് ഇൻറ്റു ആയി മാറും. ഹോൾ ബാർ സ്പ്ലിറ്റ് ചെയ്ത് പകുതി എയുടെ മേളിൽ വരും, പകുതി ബിയുടെ മേളിൽ വരും. ഓക്കെ. അതേപോലെ എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ എന്നുള്ളത് വരുമ്പോൾ ഈ പ്ലസ് ഇൻറ്റു ആയി മാറി ഈ ഹോൾ ബാർ സ്പ്ലിറ്റ് ചെയ്ത് പകുതി എ ബാറിന്റെ മേളിൽ വരും, പകുതി ബി ബാറിന്റെ മേളിൽ. ഇനി ഇപ്പോൾ എ ബാർ ബാർ ഇൻറ്റു ബി ബാർ ബാർ എന്ന് കിട്ടി. എയുടെ ഇൻവേഴ്സ് ആണ് എ ബാർ. ഇപ്പോൾ എ ബാറിന്റെ ഇൻവേഴ്സ് എന്താണ്? എ. അതേപോലെ ബിയുടെ ഇൻവേഴ്സ് ആണ് ബി ബാർ. ബി ബാറിന്റെ ഇൻവേഴ്സ് എന്താണ്? ബി. അപ്പോൾ എ ഇൻറ്റു ബി എന്ന് കിട്ടും. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എയും ബിയും കൊടുത്താൽ എ ആൻഡ് ബി, അതായത് എ ഇൻറ്റു ബി കിട്ടും. അങ്ങനെ നമ്മള് ഒരു നോർ ഉപയോഗിച്ച് ആൻഡ് ഉണ്ടാക്കി. ഓക്കെ.